നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷമി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. തൻ്റെ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിച്ചു എന്ന് വരെ ബോധമുള്ള ക്ഷമിക്ക് താൻ എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിന് ഇരയായത് എന്ന് മാത്രം മറന്നുപോയ ആ ഒരു സംഭവം മാത്രം മറന്നുപോയ ക്ഷമി ഇന്ന് അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ കട്ടിലിൽ നിന്ന് വീണതാണ് അത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷെ അതിന് തൊട്ടടുത്ത് വരെ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ സംഭവിച്ചത് കട്ടിലിൽ നിന്ന് വീണതാണെന്ന് എൻ്റെ ഓർമ്മ. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാൻ്റെ ഉമ്മ. എന്തായാലും പ്രതിക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഫാൻ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വളരെ ലാഘവത്തോടു കൂടി ഞാൻ ഇത്രയും 6 കൊല ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി ക്ഷമി അത്തരം ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെമി തൻ്റെ മൊഴി, വളരെ നിർണായകമായ മൊഴി, മകൻ തന്നെയാണ് എന്നെ ആക്രമിച്ചത് എന്നത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ മകൻ ആദ്യം എൻ്റെ കഴുത്ത് ഞെരിച്ചു, ചുമരിലേക്ക് ഇടിച്ചു, താഴെ വീണ എനിക്ക് ബോധം പോയി. ചെറിയ ബോധം വരുന്ന സമയത്ത് ചുറ്റിക കൊണ്ട് എന്നെ തല കടിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്നെ ചെയ്തത് മകനാണെന്നുള്ള നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ ഷെമി നൽകിയിരിക്കുന്നത്. 24 ന്യൂസിനോട് ഷെമി പറയുന്നത് കേട്ടു, അവർ ഒരു വീട് വെച്ച് കൊടുക്കാം, അതുപോലെ ബാക്കി കാര്യങ്ങൾ എന്താണ് അതൊക്കെ ചെയ്തു തരാമെന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം വേണം, കൂടെ എൻ്റെ മകനെയും വേണം എന്നാണ് പറയുന്നത്. ഇത്രയും കൊല ചെയ്ത മകനെ ഈസി ആയിട്ട് ഇവർക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇറക്കി കൊടുക്കും? അതൊരു അമ്മയുടെ മനസ്സിൻ്റെ ദൗർബല്യമോ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടുപോയ മകനെ രക്ഷിക്കണം എന്നുള്ള ഒരു അമ്മയുടെ മനസ്സോ എന്തോ ആവട്ടെ, അത് പോട്ടെ. എന്തായാലും തൻ്റെ ഇളയ മകനെയൊക്കെ ഇങ്ങനെ നിഷ്ഠൂരം കൊന്നു തള്ളിയ ഒരു വല്ലാത്തൊരു സംഭവം നടന്നിട്ടും ഉമ്മ ഷെമിക്ക് അതിനോടൊന്നും കാര്യമായിട്ട് പ്രതികരിക്കാനൊന്നുമില്ല. ഇനി എൻ്റെ മൂത്ത മകൻ മാത്രമാണ് എനിക്കുള്ളത്, അവനെ കൂടി അതിനകത്ത് അടയ്ക്കരുത്, തിരിച്ചു തരണേ എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ കടബാധ്യതകളൊന്നും ഉണ്ടാക്കി വെക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമെന്ന് ആദ്യം ഓർക്കണമായിരുന്നു. അപ്പം എന്തായാലും ഭർത്താവ് അറിയാതെ ഏകദേശം 35 ലക്ഷം രൂപ ഷെമി കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 50,000 രൂപ ആ കൊലപാതകങ്ങളെല്ലാം നടന്ന ദിവസം തിരിച്ചു കൊടുക്കണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഷെമിയും അഫാനും തൻ്റെ കുടുംബക്കാരുടെ വീട്ടിലെല്ലാം പോയി ക്യാഷ് ചോദിക്കുകയുണ്ടായി. ആഭരണങ്ങളുള്ളവരോട് അത് ചോദിച്ചു, ക്യാഷുള്ളവരോട് അങ്ങനെ കടം ചോദിച്ചു. പക്ഷെ കയറി ചെന്നവരുടെ കാര്യമായിട്ട് പുച്ഛിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഇത്തരം കടങ്ങൾ ഉണ്ടാക്കി വെച്ചത്? ഈ കടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രധാന കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടാവും, അപ്പം എന്തിനാണ് ഇത്തരം കടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അഫാനും വല്ലാതെ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുകയും ഈ പറഞ്ഞവരോടൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു രോക്ഷം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അത്രയ്ക്കും വല്ലാത്തൊരു പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ അവിടെ പോയി കടം ചോദിക്കുന്നതും ഇവരെ ഈ രീതിയിൽ ഒരു മനപ്രയാസത്തോടെ തിരിച്ചയക്കുകയും ചെയ്തു. ആ ഒരു മനപ്രയാസത്തിൽ നിന്നാണ് അഫാൻ ഇതെല്ലാം ചെയ്തത് എന്നാണ് ഉമ്മ ഷെമി പറയുന്നത്. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടവർക്കൊക്കെ അത് നഷ്ടപ്പെട്ടു. ഇനി എന്തായാലും അവൻ ഇത്തരം ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിയൊന്നുമല്ലല്ലോ അഫാന്. കാരണം സ്വന്തം ദൂരത്തിന് വേണ്ടിയിട്ട് ഇത്രയും കടം വരുത്തി വെച്ചത് ബാക്കിയുള്ളവർ അത് തീർക്കണമെന്നുള്ള ഒരു ബാധ്യതയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ആത്മഹത്യ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയും ചെയ്തു. അങ്ങനെ ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ പല വീഡിയോസും സെർച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിലെല്ലാം വിഭിന്നമായി ഈ പൈസ തരാത്തവരെയും വീട്ടുകാരെയും ഒന്നടക്കം കൊന്നു തള്ളുക എന്നുള്ളൊരു ചിന്ത അഫാന് വരികയും അവൻ എല്ലാവരെയും ഈ 6 പേരും മരിച്ചെന്നുള്ള പ്രതീക്ഷയിൽ ഒരാൾ രക്ഷപ്പെട്ടു, എല്ലാവരെയും കൊന്നു തള്ളി. അങ്ങനെ ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ കാര്യമോ ഒന്നും ഇല്ലെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം സ്വന്തം ഗേൾഫ്രണ്ടിനോട് വരെ ആ ഒരു മാല പണയം വെക്കാൻ മേടിച്ചത് തിരിച്ചു ചോദിച്ചാൽ അവളെയും കൊന്നു കളഞ്ഞു.
അപ്പോൾ ഒരു വലിയൊരു ക്രിമിനൽ, സൈലന്റ് കില്ലർ, വളരെ സമാധാനപരമായിട്ട് ഉള്ളൊരു സ്വഭാവമാണ് അഫാൻ്റെത് പറഞ്ഞു. പക്ഷേ ഇത് വളരെ സൈലൻ്റായ ആളുകളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് പറയാനുള്ളത്. അടുത്തൊരു വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.